കേട്ടോ. ഏകദേശം ഈ ഫസ്റ്റ് ഡേ അവസാനിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മലേഷ്യയിലുള്ള ആലു സ്ട്രീറ്റിലാണ്. ആലു സ്ട്രീറ്റ് എന്ന് പറയുന്ന ഫുഡ് ചിത്രങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ അതിസുന്ദരമായിട്ടുള്ള കേവും. നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ മലേഷ്യയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച് മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. 5 ദിവസത്തെ മലേഷ്യൻ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യൻ എയർപോർട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് 5 ദിവസത്തെ മലേഷ്യൻ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ ഡേ 1 കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലേഷ്യയിൽ നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് കോലാലംപൂരിലാണ് കേട്ടോ. കോലാലംപൂർ എന്ന് പറയുമ്പോൾ മലേഷ്യയുടെ തന്നെ ഹൃദയത്തെ തിളങ്ങി നിൽക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള നഗരമാണ് കോലാലംപൂർ. ഈ മലേഷ്യ കോലാലംപൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ ആദ്യത്തെ കാഴ്ച എന്താണെന്ന് അറിയോ? അത് പെട്രോണസ് ടിൻ ടവേഴ്സ് ആണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പെട്രോണസ് ടിൻ ടവേഴ്സ് വരിക, അവിടെ അതിൻ്റെ ആ അടിയിൽ നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ ഇന്റർനാഷണൽ യാത്രയിലൂടെ സാധിച്ചു. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. എനിക്ക് മലേഷ്യക്കാരോട് ഏറ്റവും അധികം അഭിമാനവും സ്നേഹവും ഒക്കെ തോന്നാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നഗരത്തിന് നടുവിൽ വലിയ വലിയ ആധുനിക കെട്ടിടങ്ങൾക്കിടയിലും ഇവർ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഇവർ പ്രകൃതിയെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുകയാണ്. അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പെർദാന ബൊട്ടാണിക്കൽ ഗാർഡൻ, പക്ഷികളുടെ ഉദ്യാനം, ബട്ടർഫ്ലൈ പാർക്ക്, ലീ ഗാർഡൻ തുടങ്ങിയൊക്കെ ഈ നഗരത്തിന്റെ ഹൃദയത്തിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. എനിക്ക് തന്നെ നഗരത്തിന് തന്നെ ശുദ്ധവായു നൽകുന്നത് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പച്ചപ്പാണെന്ന് പറയാൻ സാധിക്കും. അത് എല്ലാവരും തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു പാഠമാണ് കേട്ടോ. അപ്പൊ കൂടുതൽ ഡയലോഗുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇനി കാഴ്ചകളിലൂടെ കാണാമല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും മലേഷ്യൻ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പൊ ഡേ 1 നമ്മൾ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. മുഗൾ മഹാൽ എന്നാണ് നമ്മുടെ റെസ്റ്റോറന്റ് പേര്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പക്ക ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മലേഷ്യയിൽ അങ്ങനെ വന്നു കണ്ടിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ പോലെ തന്നെ നല്ല വെയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയില് എല്ലാ സ്ഥലവും അവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് സിറ്റിയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. സിറ്റിയിൽ എത്തി സിറ്റി കണ്ടു കഴിയുമ്പോഴായിരിക്കും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, മലേഷ്യയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തുടർന്നുള്ള എപ്പിസോഡുകളിലും കൂടെ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഈ കോലാലംപൂർ പ്രകൃതിയെ മറക്കാത്തൊരു നഗരമാണ് കേട്ടോ. അവിടെ മരങ്ങൾ മുറിക്കുന്നതിനേക്കാൾ നട്ടുപിടിപ്പിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പാർക്കുകൾ, ഗാർഡനുകൾ, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള നടപ്പാതകൾ ഇവയെല്ലാം നഗരത്തിന്റെ ശ്വാസമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കോലാലംപൂർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ പാഠമുണ്ട്. ആധുനികതയും പ്രകൃതിയും വിരുദ്ധമല്ല, അവർ ഒരുമിച്ച് നിലനിൽക്കുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ മനോഹരമാവുന്നത്. നഗരത്തിന്റെ പച്ചപ്പും ശാന്തതയും നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നവർക്ക് നഗര ജീവിതം കൂടുതൽ സുന്ദരമാകും എന്നുള്ളതാണ്. കോലാലംപൂർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്.
പ്രകൃതിയുടെ നിറങ്ങളും മനുഷ്യന്റെ സൃഷ്ടികളും ചേർന്ന ഈ നഗരം ഒരു സ്വപ്നം പോലെ തന്നെ നമ്മളുടെ മനസ്സിൽ പതിയുന്നു. ഇവിടെ കാണുന്ന ഓരോ ദൃശ്യവും കേൾക്കുന്ന ഓരോ ശബ്ദവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സൗന്ദര്യം വെറുമൊരു കാഴ്ചയല്ല, അതൊരു ദൃശ്യ അനുഭവമാണ്. അത് അനുഭവിക്കുവാൻ ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ആദ്യത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങളിലേക്ക് പോകാം.